എവ്രിവൺ, വെൽക്കം ബാക്ക്. അപ്പോൾ കുറേ നാളെയല്ലേ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്തിട്ട്, ഏകദേശം 1 month ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയുന്നതാണ് കേട്ടോ. ഇനി എന്തായാലും നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് പറഞ്ഞില്ലല്ലോ. ഇന്നത്തെ വീഡിയോ ഒരു ഗെറ്റിംഗ് മൈ ലൈഫ് ടുഗെദർ കൈൻഡ് ഓഫ് വീഡിയോ ആണ്. ഇതെന്താണെന്ന് ചുരുക്കി പറയുകയാണെങ്കിൽ, ഞാൻ കുറേ ദിവസമായിട്ട് ചെയ്യണം എന്ന് വെച്ചാൽ കുറേ കാര്യങ്ങളുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് എനിക്ക് ചെയ്യണം. ഇത് വലിയ വലിയ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ, ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അത് പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്തിട്ട് അങ്ങനെ കുറേ ദിവസം അങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു വ്ളോഗ് ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ഇതിൽ കൂടെ ചെയ്ത് പോകുമല്ലോ, അപ്പോൾ അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഫസ്റ്റ് തന്നെ എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അതാകുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്യണം കാര്യങ്ങളൊക്കെ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഈ ഒരു വീഡിയോ ഞാൻ ഏപ്രിൽ ഹാഫോട് കൂടിയിട്ട് ഷൂട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. ഇപ്പോഴാണ് അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. ഞങ്ങൾക്കാണെങ്കിൽ കഴിഞ്ഞ മന്ത് മാർച്ചിൽ ഇൻറ്റേർണൽസും കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ ഏപ്രിലാണെങ്കിൽ സെം എക്സാമും ഈദും കാര്യങ്ങളൊക്കെ ആയിട്ട് അതിൻ്റെ തിരക്കിലായിരുന്നു. ഇപ്പോഴാണ് കേട്ടോ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാനായിട്ട് പറ്റിയത്. ഇനി നമുക്ക് കണ്ടിന്യൂസ് ഒക്കെ ആയിട്ട് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് നമുക്ക് ഈദ് വ്ളോഗും അതേപോലെ തന്നെ മാർച്ചിൽ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ വ്ളോഗൊക്കെ വരുന്നുണ്ട് കേട്ടോ. അത് ഞാൻ നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ ആയിട്ട് അപ്ലോഡ് ചെയ്യാം. പിന്നെ ഇപ്പോൾ വെക്കേഷനും കാര്യങ്ങളൊക്കെ ആണല്ലോ, അപ്പോൾ ഏത് ടൈപ്പ് ഓഫ് വീഡിയോസാണ് നിങ്ങൾക്ക് വേണ്ടതെന്നുള്ളതും കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. അങ്ങനെ സംസാരിച്ച് നമ്മുടെ മിറർ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ഈ ഒരു ഡ്രസ്സൊക്കെ ഹാങ് ചെയ്ത് വെക്കുന്ന ഈ ഒരു ഡ്രസ്സിൻ്റെ ഓർഗനൈസറാണ് കേട്ടോ. അതിലാണെങ്കിൽ ഫുൾ പൊടി പിടിച്ചിട്ടുണ്ട്. അതിൽ കൂടെ വൈറ്റും കൂടെ ആണല്ലോ. അപ്പോൾ പിന്നെ അതിൻ്റെ ലീവ്സും കാര്യങ്ങളിലൊക്കെ നന്നായിട്ട് പൊടിയുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഹാങ് ചെയ്ത് വെച്ചുള്ള ഡ്രസ്സുകളൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം കേട്ടോ. എപ്പോഴും ഒരേ ഡ്രസ്സൊക്കെ ഇടല്ലേ, അപ്പോൾ അതൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്യണം. ഈ ക്ലീനിങ് തുടങ്ങിയപ്പോഴാട്ടോ മനസ്സിലായത് ആ ഒരു സ്റ്റാൻഡുമല്ലും അതേപോലെ തന്നെ അതിൽ റോൾ ചെയ്തിട്ടുള്ളതായ ആ ഒരു ലീവ്സിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ട് നല്ല നീറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ഫൈനൽ ലുക്ക്. പിന്നെ ഈ ഒരു സ്റ്റാൻഡിൻ്റെ സൈഡിലായിട്ട് നമുക്ക് ബാഗ് ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ ബാഗൊന്ന് ഹാങ് ചെയ്ത് ഇട്ടിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് എനിക്ക് ക്ലീൻ ചെയ്യാനുള്ളത് ടേബിളാണ് കേട്ടോ. ടേബിളിലാണെങ്കിലും അതിൻ്റെ ഓർഗനൈസേഴ്സിലാണെങ്കിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടിയുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഏകദേശം 1 month കഴിഞ്ഞിട്ടുണ്ട് ഞാൻ ക്ലീനിങ് ഒക്കെ ചെയ്തിട്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്യാവശ്യം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ടേബിളിലുള്ള സാധനങ്ങളൊക്കെ ഒന്ന് നീക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ക്ലീനിങ് തുടങ്ങിയപ്പോഴാട്ടോ മനസ്സിലായത് എല്ലാത്തിലും അത്യാവശ്യം നന്നായിട്ട് തന്നെ പൊടി ഉണ്ടായിരുന്നു. പിന്നെ അതും മാത്രമല്ല, ടേബിളായാലും ഓരോ ഓർഗനൈസറായാലും എല്ലാം ഒരു വൈറ്റ് കളറിലാണല്ലോ. അപ്പോൾ വൈറ്റിലാണെങ്കിൽ നന്നായിട്ട് പൊടിയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഇടയ്ക്കിടയ്ക്ക് ക്ലീൻ ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഞാനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, അത്യാവശ്യം 1 month ആയിട്ടുണ്ട് ഞാൻ ക്ലീൻ ചെയ്തിട്ട്. അതിനുള്ള പൊടി ഉണ്ട് കേട്ടോ അതിൽ. പിന്നെ ക്ലീനിങ്ങിൻ്റെ ഫുൾ ക്ലിപ്സ് ഒന്നും ഞാനിതിൽ ആഡ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ. അപ്പോൾ അങ്ങനെ ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി അതൊക്കെ ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കണം. പിന്നെ ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ള ആ ഒരു വൈറ്റ് സ്റ്റാൻഡില്ലേ, അത് കുറേ പേര് എവിടുന്ന് മേടിച്ചെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ. ഒരു 450-500 അതിൻ്റെ ഇടയ്ക്കാണ് അതിൻ്റെ റേറ്റ് വരുന്നത്. അത് ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചതാണ്. പിന്നെ നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല, എൻ്റെ ഡെസ്കിലൊരു പിങ്ക് കളർ റൗണ്ട് കണ്ടോ? അത് എൻ്റെ ബർത്ത്ഡേയുടെ അന്ന് നമ്മൾ ക്യാൻഡിൽസൊക്കെ കത്തിച്ച് വെക്കുമല്ലോ, അപ്പോൾ അത് മെൽറ്റായിട്ട് ആയതാണ്. പിന്നെ എത്ര ക്ലീൻ ചെയ്തിട്ടും അത് പോണില്ല കേട്ടോ. അത് ഒരു ഭയങ്കര വൃത്തികേടായിട്ട് നിൽക്കുകയാണ് പിന്നെ ടേബിളിൽ. അപ്പോൾ അതിൻ്റെ മുകളിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുണ്ട്. അങ്ങനെ എൻ്റെ ഡെസ്ക് ക്ലീനിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്യാവശ്യം നല്ല നീറ്റായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്, പൊടികളും കാര്യങ്ങളൊക്കെ പോയപ്പോൾ. ഇനി അടുത്തതായിട്ടുള്ളത് ഈ ഒരു വോൾ ഷെൽഫാണ് കേട്ടോ. ഷെൽഫല്ല, ഇതിനെന്താ പറയുക എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഇവിടെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഒരു ഷെൽഫും വൈറ്റ് കളർ ആയതുകൊണ്ട് തന്നെ അതുമല്ലും അത്യാവശ്യം നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു കേട്ടോ. ആ ഒരു ഷെൽഫുമ്മലും ആ ഒരു പോട്ടുമ്മലും കാര്യങ്ങളൊക്കെ നന്നായിട്ട് പൊടി ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് ഞാനൊന്ന് നന്നായിട്ട് ക്ലീൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ അപ്പുറത്തായിട്ട് ബുക്സും കാര്യങ്ങളൊക്കെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ വേറൊരു തീമിലാണ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിനുള്ള സാധനങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനുള്ളത് വെച്ചിട്ട് ഒന്ന് നല്ല രീതിക്കൊന്ന് ഓർഗനൈസ് ചെയ്ത് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഇതിനൊരു ഫൈനൽ ലുക്ക്. പിന്നെ ഈ ക്ലീനിങ്ങിൻ്റെ ഇടക്കാണ് കേട്ടോ എനിക്കൊരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ അതിൻ്റെ ആ ഒരു സന്തോഷത്തിൽ ഞാൻ അൺബോക്സ് ചെയ്യുകയും ചെയ്തു. പിന്നെ ഉണ്ടൊക്കെ ഓർമ്മ വന്നത് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല എന്നുള്ളത്.
അപ്പോൾ അത് നമുക്ക് അൺബോക്സ് ചെയ്യാം. ഇത് ഒരു ഫോൺ കേസാണ് കേട്ടോ, ഒരു വൈറ്റ് കളറിൽ വരുന്ന ഒരു പിൻട്രസ്റ്റ് ഫോൺ കേസാണ്. ഇത് ഞാൻ കുറേ നാളായിട്ടുണ്ട് കേട്ടോ, ഓരോരുത്തരുടെ യൂട്യൂബിലായാലും പിൻട്രസ്റ്റിലൊക്കെ ആയാലും കാണുന്നത്. അപ്പോൾ അത് ഞാനും ഒന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പിന്നെ നെക്സ്റ്റ് വീക്കൊക്കെ ആയിട്ട് നമ്മൾ ട്രിപ്പ് പോകുന്നുണ്ട് കേട്ടോ, അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഷോപ്പിംഗ് ആണ്. ഇനിയും ഒരു കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ ഇനിയുള്ള ഓരോരോ വീഡിയോസിലൊക്കെ ആയിട്ട് കാണിക്കാം കേട്ടോ. അപ്പോൾ അതും ഞാൻ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ക്വാളിറ്റിയാണ്, ഫോണിലായാലും കറക്റ്റ് ഫിറ്റൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ അതും ഉണ്ടായിരുന്നു. ഇങ്ങനെ നമ്മുടെ ക്ലീനിങ് പകുതി മുക്കാൽ കഴിഞ്ഞപ്പോൾ തന്നെ ഒരു സമാധാനം ഉണ്ട് കേട്ടോ. ഇനി പിന്നെ ഈ ഒരു ബുക്ക് കണ്ടോ, ഇത് നിങ്ങളടുത്തൊക്കെ ഉണ്ടാവും. ഞാൻ ഇതുവരെ വായിച്ചിട്ടില്ല കേട്ടോ ഈ ഒരു ബുക്ക്. അപ്പോൾ ഞാൻ അത് കുറച്ച് ദിവസം മുന്നേ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അതിൻ്റെ അൺബോക്സിങ് ഞാൻ എടുക്കാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ക്ലീനിങ് ഒക്കെ കഴിഞ്ഞല്ലോ, അപ്പോൾ ഇനി നമുക്ക് കുറച്ച് ജേർണൽ ചെയ്യാം കേട്ടോ. അപ്പോൾ കുറേ നാളായിട്ടുണ്ട് ഞാൻ ജേർണലും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട്. അപ്പോൾ ഞാനൊരു വിൻറ്റേജ് തീമിലാണ് കേട്ടോ ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിൻറ്റേജ് ഞാൻ കുറേ നാളായി ചെയ്തിട്ട്. അപ്പോൾ ഞാൻ 2 ദിവസം മുന്നേ പുറത്ത് പോയപ്പോൾ ഒന്ന് പ്രിൻ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ജേർണൽ ചെയ്യാൻ വേണ്ടിയിട്ട്, സ്റ്റിക്കേഴ്സും അതേപോലെ ബാക്ക്ഗ്രൗണ്ട് പേപ്പേഴ്സൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ആദ്യം കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ജേർണലിങ് അല്ല കേട്ടോ ചെയ്യുന്നത്, നമ്മൾ എപ്പോഴും ജേർണലും കാര്യങ്ങളൊക്കെയാണല്ലോ ചെയ്യില്ല. അപ്പോൾ ഇപ്രാവശ്യം വിചാരിച്ചു ഒരു ബുക്ക് മാർക്ക് ഉണ്ടാക്കാമെന്ന്. കുറേ ആയിട്ടുണ്ട് ബുക്ക് മാർക്കൊക്കെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ അത് തന്നെ ഒരു വിൻറ്റേജ് തീമിൽ ചെയ്യാനാണ് കേട്ടോ പ്ലാന്. അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ ബേസായിട്ട് കുറച്ച് കട്ടിയിൽ നിൽക്കണമല്ലോ. അപ്പോൾ ഒരു ബ്രൗൺ കളർ കാർഡ് സ്റ്റോക്ക് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ. കുറേ മുന്നേ മേടിച്ചിട്ടുള്ളതാണ് കേട്ടോ, ഏകദേശം 1 ഇയറൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ എടുത്തിട്ട് ബേസായിട്ട് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു വിൻറ്റേജ് തീമിലാണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ പ്രിൻ്റ് ചെയ്തിട്ടുള്ള പേപ്പേഴ്സൊക്കെ ഒന്ന് കീറിച്ചിട്ടാണ് കേട്ടോ വെച്ച് കൊടുക്കുന്നത്. അതാവുമ്പോൾ വേറെ ലുക്ക് തന്നെ വരും. അതിൻ്റെ ബോർഡറിലൊക്കെ ഒരു വൈറ്റ് കളർ കട്ടിങ് പോലെ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പേപ്പേഴ്സൊക്കെ കീറിച്ചിട്ട് വെച്ചിട്ടുള്ളത്. ഇനി അതിൻ്റെ മേലെ എങ്ങനെ വെക്കണം എന്നുള്ളതൊക്കെ ഒന്ന് ഞാൻ ആദ്യം വെച്ച് നോക്കുന്നുണ്ട്. ഇനി നമുക്ക് ഓരോന്നായിട്ട് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ. ഞാൻ ഈ ഒരു ഗ്ലൂ സ്റ്റിക്ക് വെച്ചിട്ടാണ് എപ്പോഴും യൂസ് ചെയ്യില്ല. അതാകുമ്പോൾ അത്യാവശ്യം നന്നായിട്ട് തന്നെ സ്റ്റിക്കായിട്ട് നിൽക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ അതൊക്കെ ഞാൻ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് സ്റ്റിക്ക് ചെയ്യുമ്പോൾ ഇന്ന ഫോർമാറ്റിൽ തന്നെ സ്റ്റിക്ക് ചെയ്യണോ അങ്ങനെയൊന്നും ഇല്ല കേട്ടോ. നമുക്ക് എങ്ങനെ വെച്ചിട്ടാണോ ഭംഗി തോന്നുന്നത് അപ്പോൾ അങ്ങനെയൊക്കെയാണ് കേട്ടോ നമ്മൾ വെക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിൻ്റെ കാർഡ്സൊക്കെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് എഡിറ്റ് ചെയ്തിട്ട് ക്യാൻവയിലാണ് എഡിറ്റ് ചെയ്തത്. അപ്പോൾ അതിൽ എഡിറ്റ് ചെയ്തിട്ട് പിന്നെ പ്രിൻ്റ് ഔട്ട് എടുത്തതാണ്. അങ്ങനെ നമ്മുടെ ഫസ്റ്റത്തെ ബുക്ക് മാർക്കിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഔട്ട്ലുക്ക്, നല്ല രസമുണ്ട്. ഇനി നമുക്ക് അടുത്തത് ഉണ്ടാക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ ബുക്ക് മാർക്കിൻ്റെയും പണി ഓൾമോസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി എക്സസ് ആയിട്ട് നിൽക്കുന്ന ആ ഒരു കാർഡ്സൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളയാം. ആൻഡ് ഇതാണ് കേട്ടോ നമ്മുടെ 2 ബുക്ക് മാർക്കിൻ്റെ ഫൈനൽ ലുക്ക്. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഒരു കംപ്ലീറ്റ് ഒരു വിൻറ്റേജ് ഫ്ലോറൽ ആ ഒരു തീമിലാണ് കേട്ടോ ഞാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ മറന്നുപോയി, ഇതിൽ നമ്മൾ ക്വാഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യാൻ മറന്നുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തപ്പോൾ നമ്മുടെ ബുക്ക് മാർക്ക് അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ഇതിനിടയ്ക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക്. നമ്മൾ ബുക്ക് മാർക്കാണല്ലോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞാൻ ഒരു ബുക്കൊക്കെ എടുത്ത് കൊടുത്തിട്ട് അതിൻ്റെ ഉള്ളിലൊക്കെ വെച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൽ വെച്ചപ്പോഴൊക്കെ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. എനിക്ക് 2 ബുക്ക് മാർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഫോട്ടോസും വീഡിയോസും പിന്നെ തംബ്നെയിൽ കൊടുക്കാനുള്ള ഫോട്ടോസൊക്കെ എടുക്കുകയായിരുന്നു. അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. താങ്ക്സ് ഫോർ വാച്ചിങ്.